ബെഥനിയിൽ തീക്ഷ്ണനായ സൈമന്റെ വീട്ടിൽ 1945 മാർച്ച് 21. ഈശോ നടന്ന് അവസാനത്തെ കുന്നും കയറി ഉന്നത തടത്തിലെത്തിയിരിക്കുന്നു. ഡിസംബറിലെ സൂര്യപ്രകാശത്തിൽ ബെഥനി തിളങ്ങുന്നതിനാൽ വിജനമായ ശൂന്യമായ ആ പ്രദേശത്ത് അല്പം ആകർഷകത്വമുണ്ട്. അവിടെയായി സൈപ്രസ്, ഓക്ക്, കരോബ് വൃക്ഷങ്ങൾ കൂട്ടം കൂടി ഓരോ പച്ചപ്പൊട്ടുകൾ പോലെയുണ്ട്. സൂര്യപ്രകാശം കറുത്തിരുണ്ട അവയുടെ മ്ലാനതയെ മയപ്പെടുത്തുന്നു. മനോഹരങ്ങളായ തോട്ടങ്ങളിൽ തല ഉയർത്തി നെടുകെ ഉയർന്നു നിൽക്കുന്ന രാജകീയ പനകളെ ഈ ചെറുമരങ്ങൾ എപ്പോഴും മണങ്ങി തല താഴ്ത്തി രാജകൊട്ടാരങ്ങളിലെ സേവകരെ പോലെയാണ് നിൽപ്പ്. ബെഥനിയിൽ ലാസറസിൻ്റെ മനോഹരമായ വീട് മാത്രമല്ല ഉള്ളത്, ധനികരായ മറ്റാളുകളുടെ വീടുകളുമുണ്ട്. ഇവിടെ അവരുടെ വസ്തുവകകളോട് ചേർന്ന് താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന ജെറുസലേമിലെ ആളുകളായിരിക്കാം അവർ. അവരുടെ മനോഹരങ്ങളായ ഭവനങ്ങൾ സാധുക്കളായ കൃഷിക്കാരുടെ ചെറിയ വീടുകൾക്കിടയിൽ പ്രത്യേകം ശ്രദ്ധയാകർഷിക്കുന്നവയാണ്. മനോഹരങ്ങളായ തോട്ടങ്ങൾ വളരെ കാര്യമായി അവർ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നല്ല പനകൾ കാണുന്നത് അസാധാരണമായ ഒരു കാഴ്ചയായി തോന്നുന്നു. കാരണം പനകൾ പൗരസ്ത്യ നാടുകളെയാണ് ഓർമ്മിപ്പിക്കുക. അവയ്ക്ക് പിന്നിൽ മഞ്ഞ നിറം സ്വല്പം കലർന്ന അതിർത്തിയില്ലാത്ത മലമ്പ്രദേശത്ത് വെള്ളി കലർന്ന പച്ച നിറത്തിലുള്ള ഒലിവ് വൃക്ഷങ്ങൾ, ഉഴുതിട്ടിരിക്കുന്ന വയലുകൾ ഇവയാണ് കാണുന്നത്. ഇല കൊഴിച്ചു നിൽക്കുന്ന ഫലവൃക്ഷങ്ങളുമുണ്ട്. കറുത്ത തടിയും കെട്ടുപിണഞ്ഞു കിടക്കുന്ന ശാഖകളും കാണുമ്പോൾ നരകപീഡകളേറ്റ് പൊളയുന്ന ആത്മാക്കളാണോ അവയെന്ന് തോന്നിപ്പോകും. ലാസറസിൻ്റെ വീട്ടിൽ കാവൽ ജോലി നോക്കുന്ന ഒരു ഭൃത്യനെ ഈശോ കാണുന്നു. അവൻ ഈശോയെ വളരെ താണു വണങ്ങി വിവരം യജമാനനോട് പറയാൻ പോകുന്നതിന് അനുമതി ചോദിക്കുന്നു. അനുമതി കിട്ടിയ ഉടൻ അയാൾ പോയി കഴിഞ്ഞു. ഈ സമയം കൃഷിപ്പണിക്കാരും പട്ടണവാസികളും തിടുക്കത്തിൽ വന്ന് റബിയെ അഭിവാദനം ചെയ്യുന്നു. ഇസ്രയേൽക്കാരി അല്ലാത്ത ഒരു യുവതി മനോഹരമായ ഒരു വീടിനെ ചുറ്റി സൗരഭ്യം പരത്തി നിൽക്കുന്ന ലോറൽ വേലിയുടെ പിന്നിൽ നിന്ന് ഒളിഞ്ഞു നോക്കുന്നു. അവളുടെ ഷോൾ കണ്ടിട്ട് അവൾ റോമാക്കാരിയോ ഗ്രീക്കുകാരിയോ ആണെന്ന് തോന്നുന്നു. നീണ്ട ട്രെയിൻ പോലെ കിടക്കുന്ന ആ ഷോൾ വീതിയുള്ളതാണ്. വളരെ മൃദുവായ തൂവെള്ള രോമം കൊണ്ടുള്ള ആ ഷാളിൻ്റെ അരികിൽ മനോഹരമായ ഗ്രീക്ക് ചിത്രത്തുന്നലുകൾ, സ്വർണ്ണ നൂലുകൾ അവയ്ക്കിടയിൽ തിളങ്ങുന്നു. ഇതേ ചിത്രത്തുന്നലുകളുള്ള ഒരു ബെൽറ്റ് കൊണ്ട് ഈ ഷാൾ അരയിൽ ഉറപ്പിച്ചിരിക്കുകയാണ്. അവളുടെ മുടി വെച്ചിരിക്കുന്നതും പ്രത്യേക രീതിയിലാണ്. സ്വർണ്ണ ഹെയർനെറ്റ്, അതിനുള്ളിൽ വളരെ സങ്കീർണമായ കേശാലങ്കാരം, മുൻഭാഗം ചുരുളകളായി പിറകിൽ പരന്ന് ഒരു വലിയ കെട്ട് പുറംകഴുത്തിൽ. ഇതും അവൾ ഇസ്രയേൽക്കാരിയല്ലെന്ന് വെളിവാക്കുന്നു. ആർപ്പ് വിളിക്കുന്ന സ്ത്രീകളുടെ ശബ്ദവും ഓസാന പാടുന്ന പുരുഷന്മാരുടെ സ്വരവും ബഹളവും കേട്ടവൾ ജിജ്ഞാസ കൊണ്ട് ചുറ്റും നോക്കുന്നു. അനന്തരം അവജ്ഞയോടെ പുഞ്ചിരിക്കുന്നു. കാരണം അവൾ കാണുന്നത് സവാരിക്ക് ഒരു കഴുതക്കുട്ടി പോലും ഇല്ലാത്ത തങ്ങളെപ്പോലെ തന്നെ ദരിദ്രനായൊരു മനുഷ്യൻ്റെ പക്കലേക്കാണ് അവർ ആർപ്പുവിളിയോടെ പോകുന്നത്. ആ മനുഷ്യൻ്റെ അനുയായികൾ അയാളെക്കാൾ ആകർഷണീയത കുറഞ്ഞവരും. അവൾ ഉരം രണ്ടും ഉയർത്തി രസമില്ലായ്മ കാണിച്ച് നടന്നു പോകുന്നു. അവളുടെ പിന്നാലെ നായ്ക്കളെ പോലെ ഏതാനും പൂവാലന്മാരും. വെള്ളക്കൊക്ക് പോലെ രണ്ട്, രാജഹംസം പോലെ പല വർണ്ണക്കാർ പലര്, തീക്കനൽ പോലെ ചുമന്ന രണ്ട് ഞാറ. അവയുടെ ഉച്ചിയിൽ മാത്രം വെള്ളിത്തൊങ്ങലുള്ള ചെറു കിരീടം പോലെ വെളുപ്പ്. ഈശോ ഒരു നിമിഷത്തേക്ക് അവളെ നോക്കി. പിന്നെ വൃദ്ധനായ ഒരു വലിയ മനുഷ്യൻ്റെ സംസാരം ശ്രദ്ധിക്കുന്നു. അയാളുടെ കാലുകൾ ദുർബലമായിരിക്കുന്നു, അത് മാറണം. ഈശോ അയാളെ തഴുകുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നു. ക്ഷമാപൂർവം കാത്തിരിക്കാൻ പ്രേരിപ്പിക്കുന്നു. അധികം താമസിയാതെ വസന്തകാലം വരും. ഏപ്രിൽ മാസത്തിലെ സൂര്യപ്രകാശത്തിൽ കൂടുതൽ ശക്തികാലുകൾക്കുണ്ടാകുമെന്നും പറയുന്നു. മാക്സിമിനുസ് വരുന്നു. ഏതാനും മീറ്റർ പിന്നാലെ ലാസറസും. ഗുരുവേ, സൈമൺ എന്നോട് പറഞ്ഞു നീ അവൻ്റെ വീട്ടിലാണ് താമസിക്കാൻ പോകുന്നതെന്ന്. ലാസറസിന് അത് ദുഃഖമാണ്, എന്നാൽ അത് മനസ്സിലാക്കുന്നുണ്ട്. അതേക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഓ എൻ്റെ സ്നേഹിത എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരികലിലായിരിക്കുന്ന ലാസറസിൻ്റെ കവിളിൽ ഈശോ ചുംബിക്കുന്നു. അവർ നടന്ന് ഒരിടവഴിയിലായി. അത് ലാസറസിൻ്റെ മറ്റാളുകളുടെയും ഫലവൃക്ഷത്തോട്ടങ്ങളുടെ
ഇടക്കുള്ള ഒരു ചെറു വീട്ടിലേക്കുള്ള വഴിയാണ്. അപ്പോൾ നീ വാസ്തവത്തിൽ സൈമന്റെ വീട്ടിലേക്ക് തന്നെ പോകാനാണ് ആഗ്രഹിക്കുന്നത്, അല്ലേ? അതെ എൻ്റെ സ്നേഹിത, എൻ്റെ ശിഷ്യരെല്ലാം എൻ്റെ കൂടെയുണ്ട്. അതാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ലാസറസ് ഈ തീരുമാനം സ്വീകരിക്കുന്നു, എന്നാൽ ഒന്നും പറയുന്നില്ല. അവൻ ഈശോയെ അനുഗമിക്കുന്ന ചെറിയ ആൾക്കൂട്ടത്തെ നോക്കി പറയുന്നു, നിങ്ങൾ പോയിക്കൊള്ളൂ, ഗുരുവിന് വിശ്രമം ആവശ്യമാണ്. ലാസറസിന് എന്തു സ്വാധീനമുണ്ടെന്ന് ഞാൻ കാണുന്നു. അയാളുടെ വാക്കുകൾക്ക് വഴങ്ങി എല്ലാവരും പിന്തിരിയുന്നു. ഈശോ അവരോട് വാത്സല്യത്തോടെ പറയുന്നു, നിങ്ങൾക്ക് സമാധാനം. ഞാൻ എപ്പോഴാണ് പ്രസംഗിക്കുന്നതെന്ന് നിങ്ങളെ അറിയിക്കാം. ശിഷ്യരെല്ലാം കുറച്ചു പിന്നിൽ മാക്സിമീനിയസിനോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ലാസറസും ഈശോയും തനിയെയായി. ലാസറസ് പറയുന്നു, ഗുരുവേ, മാർത്ത വലിയ കരച്ചിലാണ്. ഞാൻ കരയുന്നത് ഹൃദയത്തിലാണ്. എന്നാൽ ഞങ്ങൾ പറയുന്നു, ഇത് നീതിയാണ്. അവൾ വരുമെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ. എന്നാൽ തിരുനാളിന് അവൾ ഒരിക്കലും വരാറില്ല. സത്യമാണ്. അല്ല, എപ്പോഴെങ്കിലും അവൾ വരാറുണ്ടോ? ഞാൻ പറയുന്നു, പിശാചാണ് അന്ന് അവളെ ഓടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന്. പിശാചോ? ദൈവത്തിൻ്റെ കൽപ്പനയാൽ അവളുടെ മാലാഖയായിക്കൂടെ? എന്നാൽ എന്നെ വിശ്വസിക്കൂ, അവളിവിടെ ഇല്ലാതിരുന്നിട്ടും ഞാൻ സൈമന്റെ വീട്ടിലേക്ക് മാത്രമേ പോകുമായിരുന്നുള്ളൂ. എൻ്റെ കർത്താവേ, അതെന്തുകൊണ്ടാണ്? എൻ്റെ വീട്ടിൽ അങ്ങേക്കൊരു സമാധാനവും ഇല്ലായിരുന്നോ? എത്രയധികം സമാധാനം എനിക്കുണ്ട്. നസ്രസിലെ വീട് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീട്. എന്നാൽ എന്നോട് പറയൂ, തെളിവെള്ളം എന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങ് പോരാൻ എന്തിനാണ് എന്നോട് പറഞ്ഞത്? എന്നെ കൊല്ലാനുള്ള കെണി അടുത്തു വരുന്നത് കൊണ്ടല്ലേ? കൊള്ളാം. അതിനാൽ ഞാനിപ്പോൾ ലാസറസിനെ അവൻ്റെ വീട്ടിൽ കയറി നിന്ദിക്കുന്ന സാഹചര്യം ഒഴിവാക്കുകയാണ്. അവർ നിന്നെ ബഹുമാനിക്കുമെന്ന് നീ വിചാരിക്കുന്നു? എൻ്റെ പക്കലെത്തുവാൻ പരിശുദ്ധമായ പേടകത്തിന്മേൽ അവർ ചവിട്ടും. ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ചെയ്യാൻ എന്നെ അനുവദിക്കൂ. കുറഞ്ഞ പക്ഷം തൽക്കാലത്തേക്കെങ്കിലും പിന്നീട് ഞാൻ വരാം. എന്തായാലും ഭക്ഷണം നിന്നോടൊത്ത് കഴിക്കുന്നതിനോ നിനക്കെൻ്റെ അടുത്തേക്ക് വരുന്നതിനോ ഒരു തടസ്സവുമില്ലല്ലോ. എന്നാൽ അവൻ അവൻ്റെ ശിഷ്യരിൽ ഒരാളുടെ വീട്ടിലാണ് താമസം എന്നവർ പറയാനിടയാകട്ടെ. അപ്പോൾ ഞാനൊരു ശിഷ്യനല്ലേ? നീ എൻ്റെ സ്നേഹിതനാണ്, അതായത് ശിഷ്യനേക്കാൾ ഹൃദയത്തിനിണങ്ങിയവൻ. ദുഷ്ടന്മാർക്ക് അങ്ങനെയല്ലായിരിക്കാം. ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ ചെയ്തു കൊള്ളട്ടെ. ലാസറസേ, ഈ വീട് നിൻ്റേതാണ്. എന്നാൽ ഇത് നിന്റെ വീടല്ല. തിയോഫിലസിൻ്റെ പുത്രൻ താമസിക്കുന്ന സമ്പന്നമായ മനോഹരമായ വീടല്ല. നമ്മുടെ പണ്ഡിതന്മാർക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നീ അങ്ങനെ പറയുന്നു. എന്നാൽ അതിൻ്റെ കാരണം അവളാണിതിന് കാരണം. അവളോട് ക്ഷമിക്കാൻ എന്നെ തന്നെ മിക്കവാറും ബോധ്യപ്പെടുത്തി. എന്നാൽ അവൾ കാരണക്കാരിയായിട്ട് നീ ഇവിടെ നിന്ന് പോകാനിടയായാൽ ഞാനിതാ വാക്കു പറയുന്നു, ഞാൻ അവളെ വെറുക്കും. അപ്പോൾ ഞാൻ നിനക്ക് പൂർണ്ണമായി നഷ്ടപ്പെടും. ആ ആശയം ഉടനടി ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ നിനക്ക് നഷ്ടപ്പെടും. ഇതാ മാർത്ത വന്നിരിക്കുന്നു, എൻ്റെ പ്രശാന്തമായ ഹോട്ടൽക്കാരി. നിനക്ക് സമാധാനം. ഓ കർത്താവേ, മാർത്ത മുട്ടിന്മേൽ നിന്ന് കരയുന്നു. കിരീടം പോലെ ക്രമപ്പെടുത്തി വെച്ചിരിക്കുന്ന മുടിക്ക് ആവരണമായിട്ടിരിക്കുന്ന ശിരോവസ്ത്രം അവൾ താഴ്ത്തിയിട്ടു. അവളുടെ കണ്ണുനീർ മറ്റുള്ളവർ കാണാതിരിക്കാൻ. എന്നാൽ ഈശോയിൽ നിന്ന് മറക്കാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. എന്തിന്? ഈ കണ്ണീരെല്ലാം വാസ്തവത്തിൽ നീ അവ പാഴാക്കുകയാണ്. കരയാൻ എത്രയെത്ര കാരണങ്ങളുണ്ട്. കണ്ണീർ കൊണ്ട് വിലയേറിയതാക്കാവുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്. എന്നാൽ ആ കാര്യത്തിനായി കരയുക. ഓ മാർത്ത, ഞാൻ ആരാണെന്ന് നീ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല. നിനക്കറിഞ്ഞുകൂടെ എനിക്ക് പുറമേ മാത്രമേ മനുഷ്യരീതികളുള്ളൂ എന്ന്? എൻ്റെ ഹൃദയം ദൈവികമാണ്. ദൈവികമായിട്ടാണ് അത് സ്പന്ദിക്കുന്നത്. വരൂ, എഴുന്നേറ്റ് വീട്ടിലേക്ക് വരൂ. അവളെ സംബന്ധിച്ച് അവൾ എന്തെങ്കിലും ചെയ്യട്ടെ. ബുദ്ധിമുട്ടിക്കേണ്ട. അവൾ എന്നെ പരിഹസിച്ച് ചിരിക്കാനാണ് വരുന്നതെങ്കിലും അവളെ ശല്യപ്പെടുത്തരുത്. അവൾ സ്വയം ചെയ്യുന്നതല്ല. അവളെ പിടികൂടിയിരിക്കുന്നവൻ അസ്വസ്ഥതയുണ്ടാക്കാൻ അവളെ ഉപകരണമാക്കിയിരിക്കുന്നതാണ്. എന്നാൽ അവളുടെ യജമാനനേക്കാൾ ശക്തനായ ഒരുവനാണ് ഇവിടെയുള്ളത്. ഞാനും അവനുമായി നേരിട്ടാണ് ഇപ്പോൾ യുദ്ധം. നീ പ്രാർത്ഥിക്കണം, ക്ഷമിക്കണം, കാത്തിരിക്കണം, വിശ്വസിക്കണം. അത്രയും ചെയ്താൽ മതി, വേറൊന്നും വേണ്ട. ആ ചെറിയ വീട്ടിനുള്ളിലേക്ക് അവർ കയറുന്നു. ചതുരത്തിലുള്ള വീടിന് ചുറ്റും വരാന്തയുണ്ട്.
അതിനാൽ അത് കുറെ കൂടെ വലുതാണെന്ന് തോന്നിക്കുന്നു. നെടുകയും കുറുകയും ഇടവഴിയായി തിരിച്ചിട്ടുള്ള 4 മുറികളാണ് ആ വീടിനുള്ളത്. പുറമെ സാധാരണ കാണാറുള്ള നടകൾ ഈ വീടിനുമുണ്ട്. ആ നടകൾ കയറി മുകളിലെ മട്ടുപ്പാവിലേക്ക് പോകാം. മുകൾ മുഴുവൻ ഒറ്റ ഹാളാണ്. ഒരിക്കൽ അത് ധാന്യശേഖരണത്തിന് ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ വളരെ വൃത്തിയാക്കി സാധനങ്ങളൊന്നുമില്ലാതെ ഒരുക്കിയിട്ടിരിക്കുകയാണ്. ജോസഫ് എന്ന് വിളിക്കുന്നത് ഞാൻ കേട്ട വൃദ്ധനായ ഭൃത്യന്റെ സമീപം നിൽക്കുന്ന സൈമൺ അതിഥികളെ സ്വീകരിച്ചുകൊണ്ട് പറയുന്നു, ഇവിടെ നിന്ന് നിനക്ക് ജനങ്ങളോട് പ്രസംഗിക്കാം, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാം, നീ ആഗ്രഹിക്കുന്നത് പോലെ. നമുക്കതേക്കുറിച്ച് ആലോചിക്കാം. അതിനിടക്ക് മറ്റുള്ള ആളുകളോട് ഭക്ഷണം കഴിഞ്ഞ് വരാൻ പറയുക. ഇവിടെയുള്ള നല്ല ആളുകളെ ഇച്ഛാഭംഗപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എവിടേക്ക് വരണമെന്നാണ് അവരോട് പറയേണ്ടത്? ഇങ്ങോട്ട്. ഇന്നത്തെ കാലാവസ്ഥ നല്ലതാണല്ലോ. ഈ സ്ഥലം കാറ്റിൽ നിന്ന് രക്ഷ നൽകുന്നുണ്ട്. ഫലങ്ങളില്ലാത്ത കാലമായതുകൊണ്ട് ആളുകൾ കയറി നടന്നാലും തോട്ടത്തിന് ഉപദ്രവമുണ്ടാകാൻ പോകുന്നില്ല. ഞാനിവിടെ മട്ടുപ്പാവിൽ നിന്ന് അവരോട് സംസാരിക്കാം, നീ പോയിക്കൊള്ളൂ. ഈശോയും ലാസറസും മാത്രമായി. ഇത്രയധികം ആളുകൾക്ക് ഭക്ഷണമൊരുക്കാനായി ഹോട്ടൽ നടത്തിപ്പുകാരായ മാർത്ത പോയി. താഴെ ഭൃത്യരോടും അപ്പസ്തോലന്മാരോടും കൂടെ മേശകളും കിടക്കകളും തയ്യാറാക്കുകയാണ്. ഈശോ ഒരു കൈ ലാസറിൻ്റെ തോളത്തിലിട്ട് മുറിയുടെ വെളിയിലേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നു. വീടിന് ചുറ്റും വരാന്തയ്ക്ക് മുകളിലുള്ള മട്ടുപ്പാവിലൂടെ അവർ നടക്കുന്നു. മുകളിൽ നിന്നുകൊണ്ട് ഈശോ ഭൃത്യരുടെയും അപ്പസ്തോലന്മാരുടെയും ജോലികൾ വീക്ഷിക്കുകയും വരികയും പോവുകയും ഇടയ്ക്ക് മുകളിലേക്ക് നോക്കുകയും ചെയ്യുന്ന മാർത്തായെ നോക്കി പുഞ്ചിരി തൂക്കുകയും ചെയ്യുന്നു. മാർത്താക്ക് ഗൗരവമാണെങ്കിലും നേരത്തെ ഉണ്ടായിരുന്ന അസ്വസ്ഥത ഇപ്പോഴില്ല. ചുറ്റുമുള്ള പ്രകൃതിയുടെ സൗന്ദര്യം ഈശോ വീക്ഷിക്കുന്നു. രണ്ടുപേരും കൂടെ ഓരോ സ്ഥലങ്ങളുടെ പേരും ആളുകളുടെ രീതികളും മറ്റും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനിടക്ക് പെട്ടെന്ന് ഈശോ ചോദിക്കുന്നു, അപ്പോൾ ഡോറാസിൻ്റെ മരണം പാമ്പും കൂട്ടിൽ കോലിട്ടിളക്കിയതുപോലെയായി അല്ലേ? ഓ ഗുരുവേ, നിക്കോദെമോസ് എന്നോട് പറഞ്ഞത് സൻഹൃതിയിൽ ഇത്രയധികം ശോഭിച്ചൊരു സമ്മേളനം ഉണ്ടായിട്ടില്ല എന്നാണ്. ഇത്ര ശോഭിക്കാൻ ഞാൻ സൻഹൃതിനോട് എന്തു ചെയ്തു? ഡോറ സ്വാഭാവിക മരണമാണ് മരിച്ചത്. അവൻ്റെ വിദ്വേഷ നിമിത്തമാണ് മരിച്ചത്. ഒരു വലിയ ജനക്കൂട്ടത്തിൻ്റെ സാന്നിധ്യത്തിലുമാണ് മരണം സംഭവിച്ചത്. അവൻ്റെ മൃതദേഹത്തിനോട് വേണ്ട ആദരവുകൾ കാണിക്കാതിരിക്കാൻ ആരെയും ഞാൻ അനുവദിച്ചില്ല. അതുകൊണ്ട് നീ ചെയ്തത് ശരിയാണ്. എന്നാൽ അവർക്ക് ഭയം നിമിത്തം സുബുദ്ധി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ട് അവർ പറഞ്ഞത് എന്താണെന്ന് അറിഞ്ഞോ? നീ ഒരു പാപം ചെയ്യുന്നത് കണ്ടുപിടിച്ചിട്ട് നിന്നെ കൊല്ലണമെന്ന്. കൊള്ളാം. അങ്ങനെയാണെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട. ദൈവത്തിൻ്റെ മണിക്കൂറാകുന്നതുവരെ അവർ കാത്തിരിക്കേണ്ടി വരും. എന്നാൽ ഈശോ, നമ്മൾ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്നറിയാമോ? ഫരിസേയരും ഗുമസ്തരും എന്തു തന്നെയും ചെയ്യാൻ കഴിവുള്ളവരാണെന്നറിയാമോ? അന്നാസിൻ്റെ ആത്മാവ് എന്തു തരമാണെന്നറിയാമോ? അവൻ്റെ പ്രതിനിധി ആരെന്നറിയാമോ? നിനക്കറിയാമോ? ഞാൻ പറയുന്നത് എന്താണെന്നറിയാമോ? തീർച്ചയായും നിനക്കറിയാം. അതിനാൽ നിന്നെ കുറ്റക്കാരനാക്കാൻ ഒരു പാപമില്ലാത്ത ഒരു പാപം കണ്ടുപിടിച്ച് നിന്റെ മേൽ ആരോപിക്കുമെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അവർ അതെപ്പോഴേ കണ്ടുപിടിച്ചിരിക്കുന്നു. ആവശ്യമുള്ളതിൽ കൂടുതൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ റോമാക്കാരോട് സംസാരിച്ചു, വേശ്യകളോട് സംസാരിച്ചു, അതെ, വേശ്യകളോട്. ലാസറസേ, ഇത്ര ഭയപ്പെട്ട് എന്നെ നോക്കാതെ ഒരു വേശ്യ എപ്പോഴും എൻ്റെ വാക്കു കേൾക്കാൻ വന്നിരുന്നു. ഞാൻ ആവശ്യപ്പെടുന്നതനുസരിച്ച് നിന്റെ കൃഷിക്കാരൻ്റെ ഒരു തൊഴുത്തിൽ അവൾക്ക് താമസിക്കാൻ സൗകര്യപ്പെടുത്തി കൊടുത്തു. കാരണം എന്നോടൊത്തായിരിക്കാൻ അവൾ ഒരു പന്നിക്കൂട്ടിലാണ് താമസിച്ചിരുന്നത്. ലാസറസ് വിസ്മയം കൊണ്ട് സ്തംഭിച്ചു പോയി. അവൻ അനങ്ങുന്നതേയില്ല. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു അത്ഭുത മനുഷ്യനെ നോക്കുന്നത് പോലെ അവൻ ഈശോയെ നോക്കുന്നു. ഈശോ പുഞ്ചിരി തൂക്കിക്കൊണ്ട് അവനെ ഉണർത്തി ചോദിക്കുന്നു, നീ ചെകുത്താനെ കണ്ടോ? ഇല്ല, ഞാൻ കാരുണ്യത്തെ കണ്ടു. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നു, സഭയിലെ അംഗങ്ങൾ മനസ്സിലാക്കുന്നില്ല. അവർ പറയുന്നു അതൊരു പാപമാണെന്ന്. അപ്പോൾ അത് ശരിയാണല്ലോ. ഞാൻ വിചാരിച്ചു, ഓ, നീ എന്താണ് ഈ ചെയ്തത്? എൻ്റെ ചുമതല, എൻ്റെ അവകാശം, എൻ്റെ അനുഗ്രഹവും. വീണുപോയൊരാത്മാവിനെ ഉദ്ധരിക്കാൻ ഞാൻ പരിശ്രമിച്ചു. അതിനാൽ നിനക്ക് മനസ്സിലാകും, ഞാൻ അടുത്ത് ചെന്ന് കുനിഞ്ഞ് എഴുന്നേൽപ്പിക്കുന്ന ആദ്യത്തെ ചെളിക്കട്ട നിന്റെ സഹോദരിയല്ലെന്ന്.
അവൾ അവസാനത്തേതുമായിരിക്കേയില്ല. ആ ചെളിക്കുണ്ടിലേക്ക് നല്ല പൂക്കളുടെ വിത്ത് വിതയ്ക്കാനും അവ വളർന്ന് പൂക്കളണിഞ്ഞു കാണുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവകൃപയുടെ ധാരാളതയാകുന്ന പൂക്കൾ. ഓ ദൈവമേ, എൻ്റെ ദൈവമേ! എന്നാൽ ഗുരുവേ, നീ പറയുന്നത് ശരിയാണ്. ഇത് നിന്റെ അവകാശവും നിന്റെ കടമയും നിന്റെ ആഗ്രഹവുമാകുന്നു. എന്നാൽ ചെന്നായ്ക്കൾ അത് മനസ്സിലാക്കുന്നില്ല. അവർ ചീഞ്ഞളിഞ്ഞ ശവങ്ങളായതിനാൽ ലില്ലിപ്പൂക്കളുടെ സൗരഭ്യം അവർക്ക് അറിഞ്ഞുകൂടാ. ഈ പൂക്കൾ വളരുന്നിടത്ത് ശവങ്ങൾ ഘ്രാണിക്കുന്നത് പാപമാണ്. ആ ദുർഗന്ധം തങ്ങളിൽ നിന്ന് തന്നെ വരുന്നതാണെന്ന് അവർ മനസ്സിലാക്കുന്നുമില്ല. ഞാൻ നിന്നോട് യാചിക്കുന്നു, ഒരു സ്ഥലത്തും ദീർഘകാലം താമസിക്കരുതേ. പോകണം, വേഗം വേഗം സ്ഥലം മാറി പോകണം. നിന്നെ കണ്ടുപിടിക്കാൻ അവർക്ക് സമയം കൊടുക്കരുത്. മിന്നാമിനുങ്ങ് പോലെ വേഗതയിൽ പിടികൊടുക്കാതെ നിജമില്ലാതെ മാറിപ്പോയിക്കൊണ്ടിരിക്കണം. അതാണ് ചെയ്യേണ്ടത്. ഇത് ഭീരുത്വം കൊണ്ടുള്ള ഓട്ടമല്ല. നീ ലോകത്തിൽ ജീവിച്ച് അതിനെ വിശുദ്ധമാക്കേണ്ടത് ആവശ്യമായതുകൊണ്ടാണ്. ആക്രമങ്ങളും അഴിമതികളും വർദ്ധിച്ചു വരികയാണ്. അതിനെതിരെ വിശദീകരണം നടത്തുക. അഴിമതി. ബെഥനിയിലെ പുതിയതായി പൊരുത്തം നേടിയ സ്ത്രീയെ കണ്ടോ? അവൾ യൂദയാക്കാരനായ ഒരാളെ വിവാഹം ചെയ്തിരിക്കുന്ന റോമാക്കാരിയാണ്. അവൻ നിമിത്തം പാലിക്കുന്നവനാണ്. എന്നാൽ അവൾ വിഗ്രഹ ആരാധനക്കാരിയാണ്. ജെറുസലേമിൽ താമസിക്കുന്നത് അവർക്കിഷ്ടമല്ല. കാരണം അവൾ വളർത്തുന്ന മൃഗങ്ങളെക്കുറിച്ച് അയൽക്കാർ എപ്പോഴും പരാതി പറയുന്നു. അവളുടെ വീട് നിറയെ ഞങ്ങൾ അശുദ്ധമെന്ന് കരുതുന്ന മൃഗങ്ങളാണ്. അതിലേറ്റവും അശുദ്ധമായത് അവൾ തന്നെ. അവൾ ഞങ്ങളെ പരിഹസിച്ചിരിക്കുന്നു. ഇഷ്ടം പോലെ അയഞ്ഞ ജീവിതം നയിക്കുന്നു. അത് വിമർശിക്കാൻ എനിക്ക് അവകാശമില്ല. എന്നാൽ മേരി നിമിത്തം അവളുടെ പാപം കുടുംബത്തിന്മേൽ ഒരു കളങ്കം വരുത്തി വെച്ചുവല്ലോ. എൻ്റെ വീട്ടിൽ കാലുകുത്താതെ ഇരിക്കുന്നവർ ആ സ്ത്രീയുടെ വീട്ടിൽ പോകുന്നുണ്ട്. അവൾ പന്തിയോസ് പീലാത്തോസിൻ്റെ പ്രീതി സമ്പാദിച്ച് ഭർത്താവിനെ കൂടാതെയാണ് താമസം. അയാൾ ജെറുസലേമിലും അവൾ ഇവിടെയും. അയാളും അവരും എല്ലാം നടിക്കുന്നത് ഒരു അശുദ്ധിയും ഇല്ലെന്നാണ്. ഇവിടെ വരികയും പോവുകയും ചെയ്യുന്നവർക്ക് ഒരു അശുദ്ധിയുമില്ല. കാപട്യം. കഴുത്തറ്റം കാപട്യത്തിൽ മുങ്ങി ജീവിക്കുന്നവർ. താമസമില്ല, അതിൽ മുങ്ങിച്ചാകുക തന്നെ ചെയ്യും. സാബത്താണ് വിരുന്നു സൽക്കാര ദിവസം. അവരെല്ലാം സഭയിലെ അംഗങ്ങൾ. അന്നാസിൻ്റെ പുത്രന്മാരിലൊരുവനാണ് ഏറ്റവും ഭക്തനായ സന്ദർശകൻ. ഞാൻ അവളെ കണ്ടു. അതെ, ഒരു ശല്യവും നിങ്ങൾ ചെയ്യേണ്ട. അവരോട് എതിർപ്പൊന്നും കാണിക്കേണ്ട. അവരുടെ സ്വാതന്ത്ര്യത്തിന് വിട്ടേക്കൂ. ഒരു വൈദ്യൻ മരുന്നുണ്ടാക്കുമ്പോൾ പല സാധനങ്ങൾ ചേർത്തിളക്കും. വെള്ളം കലങ്ങും, കാരണം അയാൾ ശക്തിയായി അവയെ ഇളക്കുന്നു. പിന്നീട് മട്ട് താഴെ തങ്ങും, വെള്ളം തെളിയും. എന്നാൽ ചേരുവകളെല്ലാം അതിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അതാണിപ്പോൾ സംഭവിക്കുന്നത്. ഞാൻ എല്ലാവരോടും കൂടെ ജോലി ചെയ്യുന്നു, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നു. അലിഞ്ഞു ചേരാത്ത കെട്ടതെല്ലാം അടിയിൽ തങ്ങും, വെളിയിൽ കളയപ്പെടും. ജീവനുള്ളതെല്ലാം യേശുക്രിസ്തുവിൻ്റെ ജനമാകുന്ന മഹാസമുദ്രത്തിൽ പ്രവർത്തനനിരതമായിരിക്കും. നമുക്ക് താഴേക്ക് പോകാം. അവർ നമ്മെ വിളിക്കുന്നു. ദർശനം താൽക്കാലികമായി അവസാനിച്ചു.